Dear students, കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നാം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിലെ ചില പാഠഭാഗങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഫ്ലൂയിഡ്സിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് പഠിച്ചത്. എന്നാൽ ഇനിയുള്ള 1-2 ക്ലാസ്സുകളിൽ നാം ഫ്ലൂയിഡ്സിൻ്റെ ചലനാവസ്ഥയിലുള്ള അതിന് എന്തൊക്കെ സവിശേഷതകളാണ് ഉണ്ടാകുക എന്നുള്ളതിനെക്കുറിച്ചാണ് നാം ഡിസ്കസ് ചെയ്യുന്നത്. ഫ്ലൂയിഡ് ഡൈനാമിക്സ്. The study of the fluids in motion is known as fluid dynamics. ഫ്ലൂയിഡ്സിൻ്റെ മോഷനെക്കുറിച്ച് നാം സംസാരിക്കണമെങ്കിൽ ഫ്ലൂയിഡ്സിലെ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിന് ഒരു പോയിന്റിലുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് നാം സംസാരിക്കേണ്ടിയിരിക്കുന്നു. ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള ഫ്ലൂയിഡ് ഫ്ലോയെക്കുറിച്ച് നാം സംസാരിക്കണമെങ്കിൽ ആ പർട്ടിക്കുലർ പോയിന്റിൽ ആ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നമ്മൾ അതിന് ആ പർട്ടിക്കുലർ പോയിന്റിൽ എങ്ങനെ ഏതൊക്കെ സ്വഭാവ സവിശേഷതകൾ അത് കാണിക്കും എന്നുള്ളതിനെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു ഫ്ലോ എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിൽ ഒരു പാർട്ടിക്കിൾ കടന്നു പോകുന്ന സമയത്ത് അത് ഏത് വെലോസിറ്റിയാണോ അറ്റൈൻ ചെയ്തിരിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ വാട്ടർ ഫ്ലോയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആദ്യം നമ്മൾ വാട്ടർ ടാപ്പ് പതുക്കെ വളരെ സ്ലോ ആയിട്ടൊന്ന് ഓപ്പൺ ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും വെള്ളം താഴേക്ക് വീഴുന്നു. എങ്ങനെയാണ് വീഴുന്നത്? വളരെ സ്മൂത്തായി ഒരു സുഗമമായ രീതിയിലാണ് വെള്ളം താഴേക്ക് പതിക്കുന്നത്. വളരെ സ്ലോ സ്പീഡിലാണ്. എന്നാൽ എനിക്ക് കുറച്ചധികം വെള്ളം പെട്ടെന്ന് വേണം. ഞാൻ എന്ത് ചെയ്യുന്നു? ആ ടാപ്പ് ഒന്ന് സ്പീഡിൽ ഓപ്പൺ ചെയ്യുന്നു. എന്തുപറ്റി അവിടെ? വെള്ളത്തിൻ്റെ ഒഴുക്ക് പെട്ടെന്ന് വർദ്ധിച്ചു. ആ സ്മൂത്ത്നെസ് വെള്ളത്തിന് നഷ്ടപ്പെട്ടു അല്ലേ? ആ ഒഴുക്ക് എന്ന് പറയുന്നത് സ്മൂത്ത് അല്ലാതെ സുഗമമല്ലാതെ പെട്ടെന്നൊന്ന് ഡിസ്റ്റർബ്ഡായി അല്ലേ? ഇപ്പോൾ 2 രീതിയിലുള്ള ഫ്ലൂയിഡിൻ്റെ മോഷനെക്കുറിച്ച് നമ്മളിവിടെ കണ്ടു. ഒന്ന് വളരെ സ്മൂത്തായിട്ട് വെള്ളത്തിലെ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് വീണു. അടുത്തത് ഒരു സുഗമമല്ലാത്ത രീതിയിൽ സ്മൂത്ത്നെസ് നഷ്ടപ്പെട്ടുകൊണ്ട് വെള്ളത്തിൻ്റെ പാർട്ടിക്കിൾസ് ഫ്ലോ ചെയ്തു പോയി. ഫസ്റ്റ് കേസ് നമുക്ക് കൺസിഡർ ചെയ്യാം. അവിടെ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് സ്റ്റഡിയായി പോയി എന്ന് പറയാം. അതെങ്ങനെയാണ്? ഒരു ഫ്ലൂയിഡ് ഫ്ലോ എന്ന് പറയുന്നത് സ്റ്റഡി ആകണമെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കൂടി അത് കടന്നു പോകുന്ന സമയത്ത് അതിന് ഒരു പർട്ടിക്കുലർ വെലോസിറ്റി ഉണ്ടാകണം തീർച്ചയായിട്ടും. അതേ വെലോസിറ്റിയിൽ തന്നെ തൊട്ടടുത്ത പാർട്ടിക്കിളും കടന്നു പോകണം. At a particular point, the fluid particles flowing through the same velocity at a constant time is known as the steady flow of fluid. ഇതിനർത്ഥം ഒരു ഫ്ലോയിൽ ഒരു പർട്ടിക്കുലർ റീജിയനിൽ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്തു പോകുന്ന അതേ വെലോസിറ്റിയിൽ തന്നെ അതിന് പിന്നിലായിട്ട് വരുന്ന പാർട്ടിക്കിളും എന്ത് ചെയ്തു പോകണം? മൂവ് ചെയ്തു പോകണം. സോ the fluid particle possess the same velocity as its predecessor. മുന്നേ പോയ പാർട്ടിക്കിളിൻ്റെ അതേ വെലോസിറ്റിയിൽ തന്നെ ആ പർട്ടിക്കുലർ പോയിൻ്റ് പിറകെ വരുന്ന പാർട്ടിക്കിൾസും ഫ്ലോ ചെയ്ത് പോകണം. ഇങ്ങനെയുള്ള ഫ്ലോയെ പറയുന്ന പേരാണ് സ്റ്റഡി ഫ്ലോ എന്ന് അറിയപ്പെടുന്നു. ഇതിന് വേറൊരു പേരുണ്ട്, സ്ട്രീം ലൈൻ ഫ്ലോ എന്നും ഇതിനെ അറിയപ്പെടുന്നു. ഒരു സ്ട്രീം ലൈൻ ഫ്ലോയുടെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. അവിടെ പി എന്ന് പറയുന്ന പോയിന്റിനെ ക്രോസ് ചെയ്ത് പോകുന്ന പാർട്ടിക്കിളാണ്. അതാ തൊട്ട് ഫ്രണ്ടിലായിട്ടൊരു പാർട്ടിക്കിൾ കടന്നുപോയി ആ പി എന്ന് പറയുന്ന പോയിന്റിൽ. പിറകെ വരുന്ന അത് ആ ഫ്രണ്ടിൽ പോയ പാർട്ടിക്കിൾ പി എന്ന് പറയുന്ന ആ പോയിന്റിൽ കടന്നുപോയ അതേ വെലോസിറ്റിയിൽ തന്നെ അതേ പ്രവേഗത്തിൽ തന്നെ തൊട്ടടുത്ത് വരുന്ന പാർട്ടിക്കിൾസിലും തൊട്ട് പിറകെ വരുന്ന പാർട്ടിക്കിൾസും കടന്നു പോകണം. ഇതൊരു സ്ട്രീം ലൈൻ ഫ്ലോയെ കാണിക്കുന്ന ഫിഗറാണ്. എന്നാൽ ഇത് നമ്മുടെ ആദ്യം പറഞ്ഞ കേസിൽ പൈപ്പിൽ ആദ്യമായി നമ്മൾ സ്ലോ ആയിട്ട് പൈപ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞല്ലോ. ആ സമയത്ത് വെള്ളം പോയ ആ ഒരു രീതി ഉണ്ടല്ലോ, വളരെ സുഗമമായി പോയി അല്ലേ? ആ രീതിയിൽ കൂടെ മൂവ് ചെയ്യുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ ഒരു ഫ്ലോയുടെ ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് അതിനെ അറിയപ്പെടുന്നു. ഒരു സ്ട്രീം ലൈൻ ഫ്ലോയിൽ സ്ട്രീം ലൈൻ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിൻ്റെ പാത്തിനെ സൂചിപ്പിക്കുന്നു. അടുത്തത് രണ്ടാമത്തെ കേസാണ്. പൈപ്പിൽ വെള്ളം പോകുന്ന രണ്ടാമത്തെ കേസ് ഞാൻ പറഞ്ഞല്ലോ. അതായത് നമ്മൾ സ്പീഡിൽ ടാപ്പ് ഒന്ന് തുറന്നു വിട്ടപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ സ്പീഡ് കൂടിയപ്പോൾ വെള്ളം എന്ത് സംഭവിച്ചു? പല ഭാഗത്തേക്ക് തെറിച്ച് അതിൻ്റെ
സ്മൂത്ത്നെസ് നഷ്ടപ്പെട്ടു, സുഗമമായി അത് പോകുന്നില്ല. അതായത് മുന്നേ പോകുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ അതേ പാത്ത് ഫോളോ ചെയ്യാൻ തൊട്ടു പിറകിൽ വരുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിളിന് കഴിയാതെ വരുന്നു. ചില പാർട്ടിക്കിൾസ് ഒരു വഴിക്ക് പോകും, അടുത്ത പാർട്ടിക്കിൾസ് വേറെ വഴിക്ക് പോകും. എല്ലാവർക്കും ഒരേ പാത പിന്തുടർന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ടർബുലൻ്റ് ഫ്ലോയെക്കുറിച്ച് നമുക്ക് തൊട്ടടുത്ത സ്ലൈഡുകളിൽ നമുക്ക് സംസാരിക്കാം. എന്താണ് സ്ട്രീം ലൈൻ ഫ്ലോ അഥവാ സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്? ദ ഫ്ലോ ഓഫ് ദ ഫ്ലൂയിഡ് ഈസ് സെഡ് ടു ബി സ്റ്റഡി ഇഫ് അറ്റ് എനി ഗിവൺ പോയിന്റ് the velocity of each passing fluid particle remains constant in time. ഈ സ്ട്രീം ലൈൻ ഫ്ലോയിലെ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ പാത്താണ് കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് എ കർവ്, ദാറ്റ് ഈസ് എ PQ is a curve that shows the path of a fluid particle in stream line. സ്ട്രീം ലൈൻ ഫ്ലോയിലുള്ള ഒരു പാർട്ടിക്കിളിൻ്റെ, ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ പാത്തിനെ പറയുന്ന പേരാണ് സ്ട്രീം ലൈൻ എന്ന് അറിയപ്പെടുന്നു. ദാറ്റ് ഈസ് ദ കർവ് whose tangent at any point in the direction of fluid flow gives the velocity of fluid particle at that point. ഫ്ലൂയിഡ് ഫ്ലോയിലെ പാത്താണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫ്ലൂയിഡ് ഫ്ലോയിലെ ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ പാത്താണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ PQ എന്ന് പറയുന്ന കർവിലെ ഫ്ലൂയിഡ് ഫ്ലോയുടെ അതേ ഡിറക്ഷനിൽ ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുത്തിട്ട് ഒരു ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാൽ ആ ടാൻജൻറ്റ് എന്ന് പറയുന്നത് ആ ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ ആ പോയിന്റിലുള്ള വെലോസിറ്റി നമുക്ക് നൽകുന്നു. Here PQ is a curve that shows the path of a fluid particle in streamline. At any point on the curve in the direction of fluid flow gives the velocity at that point. This is the permanent map of the fluid flow. This gives the permanent map of the fluid flow. തൊട്ട് മുമ്പ് നമ്മൾ കണ്ടത് ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ പാത്താണ്. സ്ട്രീം ലൈൻ ഫ്ലോയിലുള്ള ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ പാത്താണ് നാം കണ്ടത്. എ സ്ട്രീം ലൈൻ ഫ്ലോ കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് ഫ്ലോ ലൈൻസ്, അതായത് സ്ട്രീം ലൈൻസ്. അങ്ങനെ കുറേ സ്ട്രീം ലൈൻസ് ഉള്ള ഒരു റീജിയനാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ PRQ എന്ന് പറയുന്ന 3 റീജിയൻ തന്നിട്ടുണ്ട്. ഈ റീജിയൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ദ ഫ്ലോ ഓഫ് ദ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ആണ്. അതുമാത്രമല്ല P എന്ന് പറയുന്ന റീജിയനിൽ കൂടി കടന്നു പോകുന്ന എല്ലാ സ്ട്രീം ലൈൻസും R എന്ന് പറയുന്ന റീജിയനിൽ കൂടെയും Q എന്ന് പറയുന്ന റീജിയനിൽ കൂടെയും കടന്നു പോകും. അതായത് ഈ റീജിയൻ്റെ ബൗണ്ടറി ഇൻക്ലൂഡ്സ് ചെയ്യുന്നത് Pയിലും Qയിലും Rയിലും ഉള്ള എല്ലാ സ്ട്രീം ലൈൻസും ഒരുപോലെ ആയിരിക്കും. ലെറ്റ് us consider AP be the area of cross section of the region P, AR be the area of cross section of region R, and AQ be the area of cross section of region Q. Here we consider the velocities as Vp at P region, Vr at R region, and Vq at Q region. ഇവിടെ വെലോസിറ്റി ആണ് Vp, Vr, Vq എന്ന് പറയുന്നത് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിൻ്റെ P റീജിയനിലും R റീജിയനിലും Q റീജിയനിലുമുള്ള വെലോസിറ്റീസ് ആണ്. P എന്ന് പറയുന്ന റീജിയനിൽ കൂടി കടന്നു പോകുന്ന അതേ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ആണ് R എന്ന് പറയുന്ന റീജിയനിൽ കൂടെയും Q എന്ന് പറയുന്ന റീജിയനിൽ കൂടെയും കടന്നു പോകുന്നത്. അതായത് ഒരേ മാസ് ഓഫ് ദ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് തന്നെയാണ് ഈ എല്ലാ റീജിയനിലും നാം കടന്നു പോകുന്നത്. നമുക്ക് P എന്ന് പറയുന്ന റീജിയനിൽ കൂടി കടന്നു പോകുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിൻ്റെ മാസ് ഒന്ന് നോക്കാം. ദാറ്റ് ഈസ് ഡെൽറ്റ MB = ρP AP VP ഡെൽറ്റ T എന്ന് പറയുന്നത് ഡെൽറ്റ ടൈമിൽ P എന്ന് പറയുന്ന റീജിയനിൽ കൂടി കടന്നു പോകുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിൻ്റെ മാസാണ്. ഇവിടെ ആ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ρP ആണ്. ഇൻ ദ റീജിയൻ വി കൺസിഡർ R വെയർ ദ മാസ് ഡെൽറ്റ MR = ρR AR VR ഡെൽറ്റ T. അതേപോലെ തന്നെ നമ്മൾ Q എന്ന് പറയുന്ന റീജിയൻ കൺസിഡർ ചെയ്യുമ്പോൾ അതുവഴി കടന്നു പോകുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിൻ്റെ മാസ് എന്ന് പറയുന്നത് ദ മാസ് ഓഫ് ദ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് പാസിംഗ് ത്രൂ ദ റീജിയൻ Q ഈസ് ഡെൽറ്റ MQ = ρQ AQ VQ ഡെൽറ്റ T. ഒരേ മാസ് പാർട്ടിക്കിൾസ് തന്നെയാണ് Pയിലും Rയിലും Qയിലും കൂടെ കടന്നു പോയത്. അപ്പോൾ നമുക്ക് ഇക്വേഷനെ ഇങ്ങനെ എഴുതാം: ρP AP VP ഡെൽറ്റ T = ρR AR VR ഡെൽറ്റ T = ρQ AQ VQ ഡെൽറ്റ T. ഫോർ ആൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഈ റോ എന്ന് പറയുന്നത്
പി റീജിയനിലും ആർ റീജിയനിലും ക്യൂ റീജിയനിലും സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ ഇക്വേറ്റ് ചെയ്യാം. റോ പി ഇസ് ഇക്വൽ ടു റോ ആർ ഇസ് ഇക്വൽ ടു റോ ക്യൂ. അത് സെയിം ആവുമ്പോൾ നമുക്ക് ഇക്വേഷനിൽ നിന്ന് ആ റോയുടെ ടൈമിനെ മാറ്റാം. ബാക്കി എന്ത് കിട്ടുന്നു? എ പി വി പി ഇസ് ഇക്വൽ ടു എ ആർ വി ആർ ഇസ് ഇക്വൽ ടു എ ക്യൂ വി ക്യൂ. ദിസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഇൻ ഫ്ലോ ഓഫ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്സിൽ കൂടി ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ മാസിൻ്റെ കൺസർവേഷനെ കുറിച്ചാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഇപ്പോൾ എ പി വി പി ഇസിക്കൽ ടു എ ആർ വി ആർ ഇസിക്കൽ ടു എ ക്യൂ വി ക്യൂ എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് ജനറലൈസ് ചെയ്ത് ഇങ്ങനെ പറയാം. ഇവിടെ എല്ലാം ഈക്വൽ സിമ്പിൾ ഇട്ടാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. എ പി വി പി ഇസിക്കൽ ടു എ ആർ വി ആർ ഇസിക്കൽ ടു എ ക്യൂ വി ക്യൂ. സോ വി ക്യാൻ ജനറലൈസ് ദ ഇക്വേഷൻ ആസ് എ വി ഇസിക്കൽ ടു എ കോൺസ്റ്റൻറ്റ്. ഈ എ വിയെ പറയുന്ന പേരാണ് ഫ്ലക്സ് റേറ്റ് എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ വോളിയം ഫ്ലക്സ് എന്ന് അറിയപ്പെടുന്നു. ഇറ്റ് മീൻസ് the flux rate in a fluid flow, the flux rate in a streamline fluid flow remains constant throughout the flow. അപ്പോൾ എന്താ പറഞ്ഞത്? In a steady flow or streamline flow, the flux rate is constant. A is equal to constant. This equation is known as equation of continuity. നമ്മളൊരു സ്ട്രീംലൈൻ ഫ്ലോയുടെ 3 റീജിയൻ ആണ് കൺസിഡർ ചെയ്തത്. നാം പറഞ്ഞു അവിടെ ഓരോ റീജിയനിലും ഫ്ലോ ചെയ്തു പോകുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിൻ്റെ മാസ് സെയിം ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിലേക്ക് എത്തിയത്. അവിടെ നമ്മൾ കണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് എ വി ഇസിക്കൽ ടു എ കോൺസ്റ്റൻ്റ് എന്നായിരുന്നു. ഫ്ലക്സ് റേറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓരോ റീജിയനിലെയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. എ പി എന്ന് പറയുന്നത് പി റീജിയനിലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനാണ്. ഫിഗറിൽ നിങ്ങൾ കണ്ടു എ പി എന്ന് പറയുന്നത് എ ആറിനേക്കാളും ചെറിയൊരു റീജിയൻ ആയിരുന്നു. That is AP less than AR. അവിടെ velocity of the fluid particle is greater than in the region R. Fluid particles P എന്ന് പറയുന്ന റീജിയനെ കടന്നു പോകുന്നത് R എന്ന് പറയുന്ന റീജിയനേക്കാളും വേഗത്തിലായിരിക്കും. കാരണം എ ബി എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് കോൺസ്റ്റൻ്റ് ആക്കി നിർത്തണം അല്ലേ? എ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വി ആണ് അല്ലേ? അപ്പോൾ എ വി ഇസ് എ കോൺസ്റ്റൻ്റ് ആവണം. അപ്പം എ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും വി അവിടെ കുറയണം. അപ്പം രണ്ട് റീജിയൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് എ പി ലെസ് ദാൻ എ ആർ ആണെങ്കിൽ തീർച്ചയായും അവിടെ വി പി ഗ്രേറ്റർ ദാൻ വി ആർ ആയിരിക്കും. അതുപോലെ തന്നെ എ ആർ എന്ന് പറയുന്ന ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എ ക്യു എന്ന് പറയുന്ന ഏരിയ ഓഫ് ക്രോസ് സെക്ഷനേക്കാളും കൂടുതലാണ്. അക്കോർഡിംഗ് ടു ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്താണ്? വി ആർ എന്ന് പറയുന്നത് ലെസ് ദാൻ വി ക്യു ആയിരിക്കണം. എ ആറിൽ കൂടി കടന്നു പോകുമ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് ക്യൂവിലെത്തുമ്പോൾ ഉള്ള വെലോസിറ്റിയേക്കാളും കുറവായിരിക്കണം. അതായത് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ആർ എന്ന് പറയുന്ന റീജിയനിൽ നിന്നും ക്യൂ എന്ന് പറയുന്ന റീജിയനിലേക്ക് പോകുമ്പോൾ ഇറ്റ് വിൽ ആക്സിലറേറ്റഡ് ടു ക്യൂ. വൈൽ പാസിംഗ് ഫ്രം ആർ ടു ക്യൂ ദ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ആർ ആക്സിലറേറ്റഡ്. ഈ ആക്സിലറേഷൻ വരുമ്പോൾ തന്നെ അവിടെ എന്താണ്? അവിടെ നമ്മൾ പ്രഷർ വേരിയേഷനെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നു അല്ലേ? സോ this is associated with variation of pressure in fluid flow in horizontal pipes. Horizontal pipes-ൽ fluid flow നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന പ്രഷർ വേരിയേഷനെ കുറിച്ച് നമുക്ക് ഈ നമ്മുടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയെ നമുക്ക് ഒന്ന് റിലേറ്റ് ചെയ്യാം. This is associated with variation of pressure in fluid flow in horizontal pipes. ഇവിടേക്ക് നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയെ റിലേറ്റ് ചെയ്യാം. ക്ലാസ് തുടങ്ങിയ സമയത്ത് തന്നെ ഒരു ഫിഗർ കണ്ടിരുന്നു. നമ്മുടെ സ്റ്റഡി ഫ്ലോയോടൊപ്പം തന്നെയുള്ള വേറൊരു ഫിഗർ. അതായത് നമ്മൾ പൈപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, പൈപ്പിൽ വെള്ളം ഒഴുകുന്ന കേസ്. രണ്ടാമത്തെ കേസ് അതായത് ഒഴുക്കിൻ്റെ സ്പീഡ് നമ്മൾ കുറച്ച് കൂട്ടിക്കഴിയുമ്പോൾ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ഫോളോ ചെയ്ത് വന്നിരുന്ന പാത്ത് എന്ത് ചെയ്യുന്നു? പല വഴിക്കായിട്ട് മാറിപ്പോയി. അതായത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ സെയിം വെലോസിറ്റിയിൽ എന്ത് ചെയ്യുന്നില്ല? ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ഫ്ലോ ചെയ്തില്ല. ചില പാർട്ടിക്കിൾസ് ഒരു വഴിക്ക് പോയി, ചില പാർട്ടിക്കിൾസ് വേറെ വഴിക്ക് പോയി. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്രമമായിട്ടുള്ള സുഗമമായിട്ടുള്ള ഒഴുക്കിനെ അത് ഡിസ്റ്റർബ് ചെയ്തു. ആ കേസാണ് ദാ ഇവിടെ വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ടർബുലൻറ്റ് ഫ്ലോ. സ്റ്റഡി ഫ്ലോ ഈസ് അച്ചീവ്ഡ് അറ്റ് ലോ ഫ്ലോ സ്പീഡ്സ്. സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സ്പീഡിൽ മാത്രമേ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുകയുള്ളൂ, ഫ്ലൂയിഡിന് അച്ചീവ് ചെയ്യാൻ പറ്റുകയുള്ളൂ.
എന്നാൽ ആ സ്പീഡൊന്ന് കൂട്ടിക്കഴിഞ്ഞാലോ, സ്പീഡൊന്ന് കൂട്ടിയാലോ എന്ത് സംഭവിക്കും? ഈ സ്റ്റഡി ഫ്ലോ ടർബുലൻ്റ് ഫ്ലോ ആയിട്ട് മാറുന്നു. ദാറ്റ് ഈസ് ബിയോണ്ട് എ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്പീഡ് ദ സ്റ്റഡി ഫ്ലോ ബിക്കം ടർബുലൻറ്റ്. ആ സ്പീഡിന് പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് അറിയപ്പെടുന്നത്. ദ ലിമിറ്റിംഗ് സ്പീഡ് ബിലോ വിച്ച് ദ ഫ്ലൂയിഡ് ഷോസ് സ്റ്റെഡിനെസ്, എബോവ് വിച്ച് ദ ഫ്ലൂയിഡ് ഷോ ടർബുലൻസ്. ആ സ്പീഡിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ സ്പീഡിന് മുകളിൽ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് എപ്പോഴും ടർബുലൻസ് എന്ന് പറയുന്ന നേച്ചർ കാണിക്കുന്നു. ഫ്ലോയ്ക്ക് ടർബുലൻ്റായിട്ട് മാത്രമേ ഒഴുകാൻ കഴിയൂ. എന്നാൽ ക്രിട്ടിക്കൽ സ്പീഡിന് താഴെ ഫ്ലോ സ്റ്റഡി ആയിരിക്കും. ചിത്രത്തിൽ കാണുന്നത് ചില ടിപ്പിക്കൽ ഫ്ലോസിൻ്റെ സ്ട്രീം ലൈൻസ് ആണ്. ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് ലാമിനാർ ഫ്ലോയെ സൂചിപ്പിക്കുന്നു. അതായത് ഓരോ പാർട്ടിക്കിളും ഡിഫറൻറ്റ് വെലോസിറ്റിയിലാണ് പല പോയിൻറ്റ്സിലുള്ളത്. രണ്ടാമത് കാണിച്ചിരിക്കുന്നത് ഒരു ടർബുലൻ്റ് ഫ്ലോയാണ്. അതായത് ഒരു എയർ ഫ്ലോയ്ക്ക് പെർപെൻഡിക്കുലറായിട്ട് ഒരു പ്ലേറ്റ് കൊണ്ട് വയ്ക്കുന്നു. സ്വാഭാവികമായിട്ടും ആ എയർ ഫ്ലോ എന്ത് ചെയ്യപ്പെടുന്നു? ഡിസ്റ്റർബ് ചെയ്യപ്പെടുന്നു. ഇറ്റ് ബിക്കം ടർബുലൻറ്റ്. ഇൻ എ ലാമിനാർ ഫ്ലോ ദ സ്ട്രീം ലൈൻസ് ആർ പാരലൽ, ബട്ട് ഇൻ എ ടർബുലൻറ്റ് ഫ്ലോ ഇറ്റ് ഈസ് നോട്ട് പാരലൽ. നമുക്കൊന്ന് കൺസോളിഡേറ്റ് ചെയ്യാം നമ്മുടെ സ്ട്രീം ലൈൻ ഫ്ലോയെയും ടർബുലൻറ്റ് ഫ്ലോയെയും. സ്ട്രീം ലൈൻ ഫ്ലോ ഓർ സ്റ്റഡി ഫ്ലോ. The velocity of the fluid is steady. Velocity of every particle passing a particular point is same. Velocity of fluid particle is less than critical velocity. Various layers not intersect each other. Turbulent flow. The velocity of the fluid is not steady. Velocity of every particle passing a particular point is different. Velocity of fluid particle is greater than critical velocity. There is always mixing up of various layers. Streamline flow ile various layers എന്ന് പറയുന്നത് ഒരിക്കലും intersect ചെയ്യുകയില്ല. At a point, if two streamlines are intersect, what happens? The fluid particles take deviation from the steady path. ആ സ്റ്റഡി പാത്തിൽ നിന്നും എന്ത് സംഭവിക്കുന്നു? ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ ചില പാർട്ടിക്കിൾസ് ഒരു വഴിക്ക് പോകുന്നു, അതിന് പുറകെ വരുന്ന പാർട്ടിക്കിൾസ് വേറെ വഴിക്ക് കടന്നു പോകും. അപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രീം ലൈൻ ഫ്ലോ എന്തായിട്ട് മാറിപ്പോകും? ടർബുലൻ്റ് ഫ്ലോ ആയിട്ട് മാറിപ്പോകും. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റഡി ഫ്ലോയിൽ ഒരു കാരണവശാലും സ്ട്രീം ലൈൻസ് എന്ന് പറയുന്നത് ഇൻ്റർസെക്റ്റ് ചെയ്യുകയില്ല. നമ്മൾ കൺസർവേഷൻ ഓഫ് എനർജിയുടെ ആപ്ലിക്കേഷനിലേക്ക് വരികയാണ്. ഡാനിയൽ ബെർണോളി എന്ന് പറയുന്ന സ്വിസ് ഫിസിസ്റ്റ് 1738 ഒരു പ്രിൻസിപ്പിൾ കൊണ്ടുവന്നു. അദ്ദേഹം ആ പ്രിൻസിപ്പിളിൽ പറഞ്ഞ കാര്യം, ഒരു ഫ്ലൂയിഡ് ഫ്ലോ, അതായത് ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോയിൽ ഉണ്ടാകുന്ന ഫ്ലൂയിഡ് സഞ്ചരിക്കുമ്പോഴുണ്ടാകുന്ന അതിനുണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത്, ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ ഫ്ലൂയിഡ് എങ്ങനെ ഫ്ലോ ചെയ്യണം? വിത്തൗട്ട് എനി ഫ്രിക്ഷൻ ഫ്ലോ ചെയ്യണം. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ബെർണോളിസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ എ സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് ദ ടോട്ടൽ എനർജി ഓഫ് ദ എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് flowing without any friction remains constant throughout the flow. ആ ഫ്ലോയിൽ ആകമാനം ആ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് എനർജി കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തണം. അദ്ദേഹം പറഞ്ഞത് ദ സം ഓഫ് ദ പ്രഷർ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ ഫ്ലോ എന്നാണ്. ദാറ്റ് ഈസ് പ്രഷർ പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് എ കോൺസ്റ്റൻറ്റ്. നമുക്ക് അതിൻ്റെ പ്രൂഫിലേക്ക് പോകാം. ഫിഗറിൽ തന്നിരിക്കുന്നത് ഒരു പൈപ്പാണ്. ആ പൈപ്പിൽ കൂടെ ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നു ഫ്രം ബി ടു ഇ. ബി എന്ന് പറയുന്ന റീജിയനിൽ നിന്നും ഇ എന്ന് പറയുന്ന റീജിയനിലേക്ക് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നു. നോക്കുക, പൈപ്പിൻ്റെ രണ്ട് എൻഡും രണ്ട് ഹൈറ്റിലാണ് സർഫസിൽ നിന്ന് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് റീജിയൻ എന്ന് പറയുന്നത് H1 ഹൈറ്റിലും സെക്കൻഡ് റീജിയൻ എന്ന് പറയുന്നത് H2 ഹൈറ്റിലുമാണ്. നമുക്ക് ആദ്യം കൺസിഡർ ചെയ്യാം, ആദ്യം ഫ്ലൂയിഡ് എന്ന് പറയുന്നത്
ബി ഡി എന്ന് പറയുന്ന റീജിയനിലായിരുന്നു ഇരുന്നത്. സ്വാഭാവികമായിട്ടും ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? അത് കുറച്ച് മൂവ് ചെയ്യും, അതിനൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകും. ഫസ്റ്റ് വി കൺസിഡർ ദ റീജിയൻ ബി ഡി. ആഫ്റ്റർ എ സ്മോൾ ഇൻ്റർവൽ ഓഫ് ടൈം ഡെൽറ്റ ടി ഇറ്റ് മൂവ്സ് ടു അനദർ റീജിയൻ സി ഇ. ഫസ്റ്റ് റീജിയൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ A1 എന്ന് സൂചിപ്പിക്കുന്നു, അവിടെയുള്ള പ്രഷറിനെ P1 എന്ന് സൂചിപ്പിക്കുന്നു. ആ റീജിയനിൽ കൂടി V1 വെലോസിറ്റിയിലാണ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത്. സെക്കൻഡ് റീജിയനിലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2, പ്രഷർ P2, അവിടെയുള്ള ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി V2 ആണ്. ഫസ്റ്റ് കേസിൽ വെലോസിറ്റി എന്ന് പറയുന്നത് V1 ആണ്. ഒരു പൈപ്പിൽ കൂടെ ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുകയാണ്. ഫസ്റ്റ് ബി ഡി എന്ന് പറയുന്ന റീജിയനിലായിരുന്നു ഫ്ലൂയിഡ് നിന്നിരുന്നത്. ആഫ്റ്റർ എ ടൈം ഇൻ്റർവെൽ ഡെൽറ്റ ടി ഇറ്റ് ഡിസ്പ്ലേസ്ഡ് ആസ് സി ഇ എന്ന് പറയുന്ന റീജിയനിലേക്ക് ഫ്ലൂയിഡ് മൂവ് ചെയ്തു. അപ്പം അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ബി സി എന്ന് പറയുന്ന ആ റീജിയനിലെ ആ ഫ്ലോയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് സൂചിപ്പിക്കുന്നത് V1 ഡെൽറ്റ ടി ആണ്. ഡി ഇ എന്ന് പറയുന്ന റീജിയനിലെ ആ ഫ്ലൂയിഡിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് V1 ഡെൽറ്റ ടി കൊണ്ടും സൂചിപ്പിക്കുന്നു. ലെഫ്റ്റ് എൻഡായ ബി സിയിൽ നിന്നും ഫ്ലൂയിഡ് മൂവ് ചെയ്യാനെടുക്കുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് ദ വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് അറ്റ് ദ ലെഫ്റ്റ് എൻഡ് ബി സി ഈസ് W1. ദാറ്റ് ഈസ് അവിടെയുള്ള പ്രഷർ P1 ഇൻറ്റു A1 V1 ഡെൽറ്റ ടി. ദറ്റ് ഈസ് ഇക്വൽ ടു P1 ഇൻറ്റു ഡെൽറ്റ V. ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ദർ ഗീസ് ദ വോളിയം. അതുപോലെ തന്നെ അടുത്ത എൻഡിൽ ഡി എന്ന് പറയുന്ന എൻഡിൽ വർക്ക് ഡൺ ബൈ ദ ഫ്ലൂയിഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇക്വേഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തു. W2 ഈസ് ഇക്വൽ ടു P2 A2 ഇൻറ്റു V2 ഡെൽറ്റ ടി ദറ്റ് ഈസ് ഇക്വൽ ടു P2 ഡെൽറ്റ V, അല്ലെങ്കിൽ മൈനസ് P2 ഡെൽറ്റ V എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ദ ടോട്ടൽ വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് W1 മൈനസ് W2 ദറ്റ് ഈസ് ഇക്വൽ ടു P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ V. ഇതിനെ ഇക്വേഷൻ 1 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇഫ് ദ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഈസ് റോ ആൻഡ് വി ക്യാൻ കൺസിഡർ ദ മാസ് ആസ് ഡെൽറ്റ M ഈസ് ഇക്വൽ ടു റോ A1 V1 ഡെൽറ്റ ടി ഈസ് ഇക്വൽ ടു റോ ഡെൽറ്റ V. ഡെൽറ്റ M എന്ന് പറയുന്നത് ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ മാസ്സാണ്. അതായത് ബി എന്ന് പറയുന്ന റീജിയനിൽ നിന്നും ഫ്ലോ ചെയ്ത് അപ്പർ റീജിയനിലേക്ക് പോകുന്ന ഫ്ലൂയിഡിൻ്റെ മാസ്സാണ്. അടുത്തതായി അവിടെയുള്ള ചേഞ്ച് ഇൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതെന്ന് പറയുന്നത് ഡെൽറ്റ യു ദാറ്റ് ഈസ് ഇക്വൽ ടു റോ ജി ഡെൽറ്റ വി ഇൻറ്റു H2 മൈനസ് H1. ഇതിനെ നമ്മൾ ഇക്വേഷൻ 2 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. പൊട്ടൻഷ്യൽ എനർജി എടുത്തതുപോലെ തന്നെ നമുക്ക് കൈനറ്റിക് എനർജിയിലേക്കും വരണം. അവിടെ കൈനറ്റിക് എനർജി ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഡെൽറ്റ കെ ഈസ് ഇക്വൽ ടു ഹാഫ് ഇൻറ്റു റോ ഡെൽറ്റ വി ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. ഇതിനെ നമ്മൾ ഇക്വേഷൻ 3 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം വി ക്യാൻ ഇക്വേറ്റ് ദ ഇക്വേഷൻസ് ആസ് P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ V ഈസ് ഇക്വൽ ടു ഹാഫ് ഇൻറ്റു റോ ഡെൽറ്റ വി ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ പ്ലസ് റോ ജി ഡെൽറ്റ വി ഇൻറ്റു H2 മൈനസ് H1. അതിനെ നമുക്ക് ഇക്വേഷൻ 4 ആയിട്ട് എടുക്കാം. ഈ ഇക്വേഷൻ 4നെ നമ്മൾ ഡെൽറ്റ വി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ ഇക്വേഷനിലെ എല്ലാ ടേംസിലും ഡെൽറ്റ വി വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കതിനെ ഡിവൈഡ് ചെയ്ത് ക്യാൻസൽ ചെയ്ത് കളയാം. So P1 minus P2 is equal to half into rho into V2 square minus V1 square plus rho G into H2 minus H1. On rearranging the above equation, we get P1 plus half rho V1 square plus rho G H1 is equal to P2 plus half rho V2 square plus rho G H2. ഈ ഇക്വേഷൻ നമുക്ക് ജനറലൈസ് ചെയ്തെടുക്കാം. P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ ജി H1 ഇസ് ഇക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ പ്ലസ് റോ G2. ഈ ഇക്വേഷനെ പറയുന്ന പേരാണ് ബെർണോളിസ് ഇക്വേഷൻ. ഇതിനെ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ P പ്ലസ് ഹാഫ് റോ V സ്ക്വയർ പ്ലസ് റോ ജി H ഈസ് എ കോൺസ്റ്റൻറ്റ്. ദ ടോട്ടൽ എനർജി ഓഫ് എ flowing fluid
The total energy of a fluid that flows in a streamline flow remains constant. When a fluid at rest, when V is equal to 0, P1 plus rho g H1 is equal to P2 plus rho g H2. P1 minus P2 is equal to rho g into H2 minus H1. This resembles the equation P2 minus P1 is equal to rho gh, that is the pressure variation with depth that we already studied. Bernoulli's equations derive ചെയ്ത ഈ പോർഷനോടുകൂടി ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾക്കെല്ലാം ഏറെക്കുറെ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണയായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിൻ്റെ ബാക്കി ആപ്ലിക്കേഷനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.